ഒരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹമായി ഞാനിന്ന് പോയത് ബിരിയാണി ബൈ കിലോ എന്ന റെസ്റ്റോറൻറ്റിലാണ്. എനിക്ക് ആംബിയൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒരു രക്ഷയില്ല. ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് ഒരു 35 മിനിറ്റ്സ് വെയിറ്റ് ചെയ്താലേ നമുക്ക് സാധനങ്ങൾ വരത്തുള്ളൂ കേട്ടോ. കാരണം അവർ നമ്മൾ ഓർഡർ എടുത്തതിന് ശേഷമാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ പാത്രം, ഗ്ലാസ്സൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് അവർ തന്നത് ഒരു പപ്പടും പിന്നെ ചട്നിയാണ് കേട്ടോ. എനിക്ക് സ്പൈസി ആയിരുന്നു, പക്ഷേ ടേസ്റ്റ് ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരു ചിക്കൻ്റെ ഐറ്റം ഓർഡർ ചെയ്തു. ഭയങ്കര ടേസ്റ്റായിരുന്നു, ജ്യൂസി ആയിരുന്നു, ടെൻഡർ. ഞാൻ ഇങ്ങനെ പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് കേട്ടോ. ഇനി എല്ലാവർക്കും ആ ഫ്ലേവർ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, പക്ഷേ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. പിന്നെ ഈ ഒരു കേർഡിൻ്റെ ഒരു സംഭവമായിരുന്നു, അത് ഓക്കെ. ഇവർ കലത്തിലാണ് തരുന്നത്. ബിരിയാണി ബൈ കിലോ എന്ന് ലേബൽ ചെയ്തൊരു കലത്തിൽ. ഈ കലം അവർ റീയൂസ് ചെയ്യില്ല. അവർ നമുക്ക് പാഴ്സലാണെങ്കിൽ അതിലാട്ടോ തരുന്നത്. ആ കലം അങ്ങ് പൊട്ടിച്ച് ദമ്മ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, കലമല്ല സോറി ദമ്മ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഭയങ്കര ഒരു സ്മെല്ലും, പിന്നെ അത് ആ റൈസാണെങ്കിൽ കറക്റ്റ് വെന്ത്, ആ ചിക്കനൊക്കെ ആണെങ്കിലും എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ ആ പോട്ടിലാണ് കുക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ വളരെ ടേസ്റ്റായിരുന്നു. നിങ്ങൾ ഒരു ഹൈദരാബാദി ബിരിയാണി ലവറാണ്, അല്ലെങ്കിൽ ബിരിയാണി ഇഷ്ടമുള്ളവരാണെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് പെരിഞ്ജീരകവും ശർക്കരയൊക്കെ ഉണ്ടായിരുന്നു. ശർക്കരയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നത് കേട്ടോ. പാഴ്സലൊക്കെ അവർ ഇങ്ങനെ ചട്ടിക്കകത്ത് കേട്ടോ തരുന്നത്. അപ്പം ഒരു സ്വീറ്റും ഉണ്ടായിരുന്നു. മസ്റ്റ് ട്രൈ സ്പോട്ടാണ് ഫോർ ബിരിയാണി ലവേഴ്സ്, എസ്പെഷ്യലി ഹൈദരാബാദി ബിരിയാണി ലവേഴ്സ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ.